നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അവനൊപ്പം സമൂഹ മാധ്യമങ്ങൾ ആളിക്കത്തുന്നു. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി ഒരു സാധുവിന്റെ ജീവൻ ഒടുവിൽ ബലി കൊടുത്തു. ദീപക് എന്ന സാധു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട അവളെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ബസ്സിനുള്ളിൽ ദീപക് എന്ന യുവാവ് ലൈംഗികാതിക്രമം കാട്ടി എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു യുവതിയുടെ ഉദ്ദേശം. കണ്ടന്റ് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ഒരുപാട് കാലം തന്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമൊക്കെ അഭയമാകേണ്ട ദീപക് എന്ന 40-കാരൻ ഒടുവിൽ മരണത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നമ്മൾ അവളെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ റീലുകളിട്ട് പണം വാങ്ങാൻ കണ്ടന്റുകൾ നിർമ്മിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു ആ യുവതിക്കുണ്ടായിരുന്നത്. ഞായറാഴ്ച രാവിലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന യുവാവൊടുവിൽ ജീവനൊടുക്കി. തന്റെ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു എന്ന ബോധ്യമാണ് ആ യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഞായറാഴ്ച ഉച്ചവരെ യുവതിയുടെ പേജിൽ നിന്ന് അവരുടെ വീഡിയോ കണ്ടത് 23 ലക്ഷം ആളുകൾ. ആ വീഡിയോ പല സൈറ്റുകളിലും പിന്നീട് ഷെയർ ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവരും കണ്ട ഒരു വീഡിയോ. കോഴിക്കോട് വസ്ത്രവ്യാപാരശാലയിൽ പ്രവർത്തിക്കുന്ന ദീപക് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് കണ്ണൂരിലേക്ക് പോകുന്നു. ഈ സമയം ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന് കാട്ടിയ ഒരു യുവതി റീൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. കേട്ടവർ ദീപകിനെ വിളിച്ചു. ഈ വീഡിയോയുടെ സത്യാവസ്ഥ അവർ തിരക്കി. എന്നാൽ വീഡിയോ കണ്ട കേരളത്തിന് ഒരു കാര്യം ബോധ്യമായിരുന്നു. വീഡിയോയിൽ ദീപക് തെറ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അശ്രദ്ധമായി അയാൾ ചലിക്കുന്നുണ്ടാവാം. എന്നാൽ യുവതി ബോധപൂർവം അയാളുടെ അടുക്കലേക്ക് മാറി നിൽക്കുന്നതായാണ് നമുക്ക് ഈ വീഡിയോയിൽ അനുഭവപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ യുവാവിനെ ബലിയാടാക്കുകയായിരുന്നു എന്ന് വ്യക്തം. ഒടുവിൽ ഞായറാഴ്ച രാവിലെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ദീപകിനെ വീട്ടുകാർ കാണുന്നു. ബസ്സിനുള്ളിൽ വെച്ച് ദീപക് മനഃപൂർവ്വം തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യുവതി വീഡിയോ പ്രസിദ്ധീകരിച്ചത്. തികച്ചും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത് എന്ന് ദീപകിന്റെ കുടുംബക്കാർ പറയുന്നു. ഇതിനെ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് പിതാവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാട്ടിലും വീട്ടിലുമൊന്നും ഇത്തരം ഒരാരോപണവും കേൾപ്പിക്കാത്ത ദീപക് എന്ന യുവാവ് അയാൾക്കെതിരെ മനഃപൂർവ്വം അയാളെ ആക്ഷേപിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ഒടുവിൽ അയാളെ കൊലയ്ക്കു കൊടുക്കുകയായിരുന്നു അവൾ. യുവതിക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിൽ എവിടെയും യുവതിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തലത്തിലാണ് ഇപ്പോൾ ഈ വിചിത്ര അതിജീവിതയ്ക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നത്. രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് അമ്മയും അച്ഛനും ചില നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ തുറന്നു. ദീപക് തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. സംഭവത്തിൽ കുറ്റക്കാരിയായ യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതിന് തൊട്ടുപിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദീപക് ഏറെ വിഷമത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. ഒടുവിൽ വീഡിയോ സംബന്ധിച്ച തന്റെ വിഷമം ചില സുഹൃത്തുക്കളുമായി ശനിയാഴ്ച വൈകിട്ട് ദീപക് പങ്കുവയ്ക്കുന്നു. യുവാവിനെക്കുറിച്ച് ഇതുവരെ മോശമായി ഒന്നും കേട്ടിട്ടില്ല എന്നാണ് ദീപക് 7 വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയുടെ പ്രതികരണം. വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, വീഡിയോ ചിത്രീകരിച്ച യുവതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു. പയ്യന്നൂരിൽ രക്തദാനത്തിന് താൻ പോവുകയായിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. പയ്യന്നൂരിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ആരോപണ വിധേയനായ ആൾ മറ്റൊരു യുവതിയുടെ നേർക്ക് മോശം രീതിയിൽ പെരുമാറുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അയാൾ തൻ്റെ സമീപത്തെത്തി. അപ്പോൾ താൻ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ യുവതിയുടെ അരികിലേക്ക് അയാൾ അടുത്തു വരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ യുവതി ഒട്ടും മാറി നിൽക്കുന്നില്ല. പിന്നീട് യുവാവിൻ്റെ അരികിലേക്ക് യുവതി തന്നെ നീങ്ങി നിൽക്കുന്നുവോ എന്നീ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നാം. യുവതിയുടെ സ്വകാര്യ ഇടങ്ങളിലൊന്നും ഇയാൾ ബോധപൂർവം സ്പർശിക്കുന്നില്ല എന്ന് വ്യക്തമാണ് ഈ വീഡിയോയിൽ. എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചതോടെ അയാൾ വേഗം നടന്നു പോവുകയായിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വയോധികന്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അയാളെ ആക്ഷേപിച്ച മറ്റൊരു യുവതിക്കെതിരെ നമ്മൾ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അന്നേ കേരളത്തിൽ നടക്കുന്ന ഈ ക്രൂരമായ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് അതിശക്തമായ വിമർശനങ്ങളും ഉയർന്നു. ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ഒരു കൂട്ടം യുവതികൾ നിറഞ്ഞാടുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ.
പൊതു ഇടങ്ങളിൽ അവർ ക്യാമറ തൂക്കി കടന്നു ചെല്ലുന്നു. പിന്നീട് വയോധികരടക്കമുള്ള മനുഷ്യർ തങ്ങളുടെ നേർക്ക് ലൈംഗിക അതിക്രമം കാട്ടി എന്ന് വരുത്തി തീർത്ത് ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലിട്ട് പണം കൊയ്യുകയാണ് ഇവളുമാരുടെ ലക്ഷ്യം. യുവാവ് ജീവനൊടുക്കിയ സംഭവം യുവതിയെ അറിയിച്ചപ്പോൾ അവരുടെ ഒരു മഹാപ്രതികരണം ദുഃഖകരമായി പോയി എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും തൻ്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ ഇളകി മറിയുകയാണ്. ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ബസ്സിനുള്ളിലെ ജാക്കി വെപ്പ് പൊതുവെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇഷ്ടവിഷയമാണ്. ഇത്തരം ജാക്കി വെപ്പുകൾ കണ്ടാസ്വദിക്കാൻ ഒരു കൂട്ടർ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇക്കിളിപ്പെടുത്തുന്ന ഈ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലിട്ട് റീച്ച് കൂട്ടുകയാണ് ഇവളുമാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതിഷേധത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് വ്യക്തം. പണ്ടൊക്കെ പള്ളിപ്പറമ്പിലും ഉത്സവപ്പറമ്പുകളിലുമൊക്കെ ധാരാളം ജാക്കീസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലം മാറി എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകൾ. തിരക്കുള്ള ബസ്സുകളിലും തിരക്കുള്ള പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഇഷ്ടം പോലെ ജാക്കി വെപ്പുകാർ ഉണ്ടായിരുന്നുവെന്നത് നമ്മൾ മറക്കുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ജാക്കി വെപ്പുകാർ എവിടെയെങ്കിലും തലപൊക്കിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ജാക്കി വെപ്പ് എന്ന പേരിൽ ഇതൊക്കെ കണ്ടന്റുകളാക്കി സമൂഹ മാധ്യമങ്ങളിലിട്ട് അർമാദിക്കുന്നവരെ നമ്മൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നേരത്തെ മുതൽ കേരളം പറഞ്ഞതാണ് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് പലരെയും കൊന്നെറിയുമെന്ന്. ചിലരൊക്കെ ജീവിക്കുന്ന രക്തസാക്ഷികളായി പല കുടുംബങ്ങളിലും കഴിയുന്നു. ദീപക് എന്ന യുവാവിന് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ ഒടുവിൽ മരണം പൂകി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ദീപകിൻ്റെ 42ാം ജന്മദിനം. ഇത്തവണ ദുഃഖത്തിലാണ്ടുപോയ ആ ദിവസത്തിന് പിറ്റേന്നാണ് ദീപക് അപമാനഭാരത്താൽ ജീവനൊടുക്കിയത്. ദീപകിന്റെ സുഹൃത്തുക്കൾ പറയുന്നു അപമാനഭാരത്താൽ അവൻ തളർന്നുപോയി എന്ന്. അച്ഛനമ്മമാരുടെ ഏകമകനായിരുന്നു ദീപക്. അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും അവർക്കൊപ്പമാണ് അവൻ കഴിയുന്നത്. വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ പ്രിയപ്പെട്ട ചിക്കു. ഏതാവശ്യത്തിനും സഹായത്തിനും ഓടിയെത്തുന്ന ഒരാൾ. വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി ഉയർത്തിയത് എന്നൊരു നാട് ഒരുമിച്ച് പറയുന്നു. മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു ദീപകിന്റെ കാര്യത്തിൽ. യുവതിയുടെ ആദ്യ വീഡിയോ മാത്രമല്ല, രണ്ടാമതൊരു വിശദീകരണ വീഡിയോ കൂടി അവർ പങ്കുവച്ചു. ഇതോടെ ദീപക് വല്ലാതെ അസ്വസ്ഥനായി എന്ന് കുടുംബക്കാർ പറയുന്നു. രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ടില്ല. കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കാതായപ്പോൾ, ഏറെ നേരം വിളിച്ചിട്ടും യാതൊരു അനക്കവുമില്ലാതായപ്പോൾ വീട്ടുകാർ തൊട്ടടുത്തുള്ള അയൽക്കാരെ കൂട്ടി ആ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. കിടക്കക്കരികിൽ അപ്പോഴും ദീപകിന്റെ മൊബൈൽ ഫോൺ ഇരിക്കുന്നു. ഒരുപക്ഷെ അവൻ്റെ അവസാന നിമിഷം വരെ ആ മൊബൈൽ ഫോണിലെ അപമാനം പേറുന്ന വീഡിയോ അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അച്ഛനും അമ്മയും തളർന്നവശരായി അവൻ അരികിലേക്ക് വീണു. ഈ യുവതിയെപ്പോലുള്ള വേട്ടപ്പട്ടികൾക്ക് മുന്നിൽ എത്രയോ യുവാക്കളുടെ ജീവിതമാണ് ഇവിടെ കൊഴിഞ്ഞു വീഴുന്നത്. യുവതിക്കെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളാണ് ദീപകിന്റെ ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ ഉയർത്തുന്നത്. വീഡിയോ ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തുകയായിരുന്നു എന്ന് വ്യക്തം. ശനിയാഴ്ച രാത്രി രണ്ടാമത്തെ വീഡിയോ കൂടി വൈറലായതോടെ ദീപകിന്റെ സുഹൃത്തുക്കൾ ഞായറാഴ്ച ദീപകിനരികിലെത്തി വിഷയം സംസാരിക്കാൻ ഉറച്ചു. ഞായറാഴ്ച കാണാം എന്ന് അവനോട് ഞാൻ പറഞ്ഞുവെന്നാണ് ദീപകിന്റെ ഉറ്റ സുഹൃത്ത് പറയുന്നത്. സമാധാനത്തോടെ നല്ല രീതിയിൽ അവൻ സംസാരിച്ചിരുന്നു ശനിയാഴ്ച വൈകിട്ടെന്ന് ദീപകിന്റെ സുഹൃത്തുക്കൾ. എന്നാൽ ആ രാത്രി അവൻ്റെ മനസ്സെത്രമാത്രം പതറിക്കാണും. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവൻ കണ്ണോടിച്ചിരിക്കാം. അപ്പോൾ തന്നെ അപമാനിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അവൻ്റെ മനസ്സിനെ തകർത്തു. അതൊന്നും താങ്ങാൻ അവന് കരുത്തുണ്ടായിരുന്നില്ല. രണ്ടാമത് വിശദീകരണ വീഡിയോ ആ യുവതി പങ്കുവയ്ക്കുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം കഠിനമായിരുന്നുവെന്ന് ചിന്തിക്കുക. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു ആ യുവതി രണ്ടാമത് വിശദീകരണം നൽകിയത്. മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ, സെക്ഷുവൽ ബൗണ്ടറി വൗലേഷൻ എന്നൊക്കെയാണ് അതിനെ യുവതി വിശേഷിപ്പിച്ചത്. എന്നാൽ യുവാവിനരികിൽ നിൽക്കുന്ന യുവതി എന്തുകൊണ്ട് അവനരികിൽ നിന്ന് മാറി നിന്നില്ല? അവൻ്റെ കൈ തട്ടുന്ന നിലയിൽ തന്നെയാണ് യുവതി അരികിൽ നിലയുറപ്പിച്ചത് എന്ന് വ്യക്തമല്ലേ? ഒരു കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അധികാരമെന്ന് യുവതി ചോദിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ സ്പർശനമേൽക്കാൻ ഒരാളുടെ അരികിൽ ചേർന്ന് നിൽക്കുന്നതും അതുപോലെ തന്നെ ഗൗരവതരമല്ലേ? ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടുവെന്നാണ് യുവതി പറയുന്നത്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ കുറച്ചു നേരം നോർമലായി നിന്നു, കുഴപ്പമൊന്നുമില്ലാതെ. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്തുവെന്ന്.
ചുരുക്കത്തിൽ ആ യുവതി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് യുവതിയെ പീഡിപ്പിക്കാൻ അയാൾ ശ്രമിച്ചു എന്ന് യുവതി വിശദീകരിക്കുമ്പോൾ ഒരു തരത്തിലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇയാളൊരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നുവെന്നൊക്കെയാണ് യുവതി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടാൻ എന്തുവേതും കണ്ടന്റാക്കി അത് റീൽസുകളായി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ അവതരിപ്പിക്കുന്ന ഇക്കൂട്ടർ എത്രയെത്ര ജീവനുകളാണ് തല്ലിക്കെടുത്തുന്നത്. ഒടുവിൽ നാണക്കേട് സഹിക്കാൻ വയ്യാതെ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. തൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് ദീപക്കിനെതിരെ യുവതി ഉയർത്തിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ. മരിച്ച ദീപക്കിന് 12, 7, 2 വയസ്സുള്ള 3 കുട്ടികൾ. അതിലൊരു കുട്ടിക്ക് അംഗവൈകല്യമുണ്ട്. മരിച്ച വ്യക്തിയുടെ അമ്മ ഒരു നിത്യരോഗിയാണ്. എല്ലാവരുടെയും സംരക്ഷണം ഈ സാധു യുവാവിൻ്റെ ഒരൊറ്റ ചുമലിൽ. ഒരു മൊബൈൽ ഫോൺ ക്യാമറയ്ക്കും ഇൻസ്റ്റാഗ്രാമിനും ഒരു നിമിഷം കൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കാൻ കഴിയുമെന്ന് ആ യുവതി കേരളത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു. സത്യാവസ്ഥ ബോധ്യപ്പെടാതെ ഇതുപോലെ എത്രയെത്ര വീഡിയോകളാണ് നമുക്കിടയിൽ പ്രചരിക്കുന്നത്. എത്ര മനുഷ്യരാണ് ഇതുമൂലം ഓരോ ദിവസവും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. മാന്യമായ അകലം പാലിക്കാൻ ആ പുരുഷനുള്ളതുപോലെ സ്ത്രീക്കും ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് ബോധപൂർവം മറക്കുന്നു? മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് മുന്നിൽ അയാൾ ഇത്തരം ചില ദൃശ്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നുവെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ അതിനോട് യോജിക്കാൻ കഴിയും? ഭാര്യ ഭർത്താക്കന്മാർ റീൽസ് എടുത്തതുപോലെ തോന്നി എന്നൊക്കെയാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകളായി കുറിച്ചിരിക്കുന്നത്. ആ കമൻറ്റുകളെ പോലും നമുക്ക് കുറ്റം പറയാൻ കഴിയാത്ത അവസ്ഥ. എല്ലാം നഷ്ടപ്പെട്ട ആ പിതാവ് ഒടുവിൽ പറയുന്നു, എൻ്റെ മകന് സംഭവിച്ച ആ ദുരവസ്ഥ മറ്റൊരാൾക്കും ഇനി വരരുത്. അതുകൊണ്ട് ആ യുവതിക്കെതിരെ താൻ പരാതി നൽകുമെന്ന്. നിസ്സഹായനായ ആ വയോധികനായ പിതാവിൻ്റെ പ്രതീക്ഷ മാത്രം. ഇവിടെ ഭരണകൂടത്തിനും പോലീസിനും പിന്നെ അവരെ പിന്താങ്ങുന്ന നവോത്ഥാന നായകർക്കുമൊക്കെ അതിജീവിതകളെയാണ് വേണ്ടത്. അവർ അതിജീവിതകൾക്ക് വേണ്ടി പരതിക്കൊണ്ടിരിക്കുന്നു. അതിജീവിതകൾ എന്ത് ചെയ്താലും ഇരയാക്കപ്പെടുന്നതിൻ്റെ ഒരാനന്ദമുണ്ട് അവർക്ക്. കണ്ണൂരിൽ പോയി വന്നതിന് ശേഷം തൻ്റെ മകൻ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ആ പാവം പിതാവ് പറയുന്നു. എന്നാൽ ഞങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയാൻ വൈകി. സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബന്ധു സനീഷിനെ ദീപക് ഫോണിൽ വിളിച്ചിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. പിറ്റേന്ന് കാണാമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അതിനു മുൻപ് തന്നെ ദീപക് ആത്മഹത്യ ചെയ്തു. ഫോൺ സംഭാഷണത്തിൽ സംഭവത്തെക്കുറിച്ച് ദീപക് ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് സനീഷ് പറഞ്ഞത്. എങ്കിലും അവനെ അപ്പോൾ തന്നെ ഒന്ന് കണ്ടിരുന്നു എങ്കിൽ. ഹൃദയം പൊട്ടിയുള്ള അമ്മയുടെ കരച്ചിലാണ് കേരളത്തെ ഇത്രയേറെ കണ്ണീരിലാഴ്ത്തുന്നത്. ആകെയുണ്ടായിരുന്ന പൊന്നുമോൻ തൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നത് എന്തിനെന്ന് പോലും ഇപ്പോഴും അമ്മയ്ക്കറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഏതോ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് വലിയ അപമാനമായി മകന് തോന്നിയെന്നുമൊക്കെ ബന്ധുക്കൾ ആ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്ത് വീഡിയോ? എൻ്റെ മകൻ ഒരു വൃത്തികേടിനും പോകുന്നവനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അലമുറയിടുകയാണ് അമ്മ. എൻ്റെ മുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നെൻ്റെ വാവയ്ക്കറിയില്ലേ? എന്തിനാ വാവ ഇത് ചെയ്തത്? 42 വയസ്സുള്ള ദീപക് അമ്മയെ സംബന്ധിച്ച് കുഞ്ഞുവാവ തന്നെ. എൻ്റെ കുട്ടീൻ്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോ, എന്ത് പാവായിട്ടാ ചെയ്ത്, എന്തിനാ വാവേ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ച് അമ്മ പൊട്ടിക്കരയുന്നു. എത്ര നിസ്സാരമായിട്ടാണ് ഒരു പാവം യുവാവിൻ്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും ക്രൂരമായ സംഭവം. ആക്രോശങ്ങളും അപമാനങ്ങളുമൊക്കെ ചിലർക്ക് താങ്ങാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദീപക്കിനതിന് കഴിഞ്ഞില്ല. അപമാനഭാരത്താൽ അവൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന ഈ ക്രൂരകൾക്ക് എങ്ങനെ നമ്മൾ മാപ്പ് കൊടുക്കും? ഇനി വൈകുന്നേരങ്ങളിൽ അമ്മയ്ക്ക് മകൻ വരുന്നത് നോക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. മകൻ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങൾ അവനെ അച്ഛ എന്ന് വിളിക്കുന്നതിന് മുൻപ് വാവ എന്ന് ഉച്ചത്തിൽ വിളിച്ചിരുന്ന അവൻ്റെ അമ്മ. തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അമ്മയ്ക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് തന്നെയാണ് കേരളത്തിൻ്റെ കരുത്ത്. അതുകൊണ്ടാണ് ഇത്തരം കൊലപാതകികളായ ഇൻഫ്ലുവൻസേഴ്സിന് നേർക്ക് കേരളം വിരൽ ചൂണ്ടുന്നതും. ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട് അപമാനം താങ്ങാനാവാതെ ദീപക് ജീവനൊടുക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ കുറ്റമാണ്. ഏത് പൊതു ഇടങ്ങളിലും ക്യാമറ തൂക്കി കടന്നു വരാൻ ആരുടെയും സ്വകാര്യത ലംഘിക്കാനുള്ള അവകാശം ആർക്കാണ് ഇത്തരം ഇൻവേർട്ടഡ് കോമയിലിടുന്ന അതിജീവിതകൾക്ക് നൽകിയിട്ടുള്ളത്? ദീപക് തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ലോകത്ത് നിന്ന് കടന്നു പോകാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം ഇത് ചർച്ചയാകുന്നു. അതല്ല എങ്കിൽ അപമാനഭാരത്താൽ ആ യുവാവിനെയും നമ്മൾ ഏതെങ്കിലും ഒരു മുറിയുടെ മൂലയിലേക്ക് ചവിട്ടിക്കൂട്ടിയിട്ട് അവൻ്റെ ജീവിതം എത്രമാത്രം ക്രൂരതയോടെ ചവിട്ടി മെതിക്കുമായിരുന്നു. നടുങ്ങുന്ന ക്രൂരതയാണ് യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്.
മാതൃകാപരമായ ശിക്ഷ കൊടുക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയുമോ? അവനൊപ്പം നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഉച്ചത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രം: എന്തുകൊണ്ട് ആ കൊലപാതകയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നില്ല? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.